കോഴിക്കോട് ശമ്പളം ലഭിക്കാത്ത മനോവിഷമത്തിൽ ജീവനൊടുക്കിയ അധ്യാപികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ശമ്പളം ലഭിക്കാതെ ആ വിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കുന്നു. എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മറ്റ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? അതേസമയം തന്നെ ഈ ഒരു സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? ഹരിത ഇന്ന് 8 മണിയോടുകൂടിയായിരിക്കും, ക്ഷമിക്കണം, 10 മണിയോടുകൂടിയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ആരംഭിക്കുക. പിന്നീട് അലീനയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തുടർന്ന് 4 മണിയോടുകൂടിയായിരിക്കും ഈ തിരുക്കുടുംബ ആയിരിക്കും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുക. ഏതായാലും ഈ മോർച്ചറിക്ക് മുൻപിൽ ഇപ്പോൾ കുടുംബം പിതാവും അതുപോലെ തന്നെ മറ്റു ബന്ധുമിത്രാദികളെല്ലാം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു വിഷയത്തിൽ കുടുംബം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ 6 വർഷത്തോളമായി അലീന ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു. പക്ഷേ ഈ അലീനയ്ക്ക് വേണ്ടുന്ന ഒരു നിയമാനുസൃതമായിട്ടുള്ള അംഗീകാരമോ അല്ലെങ്കിൽ ഒരു ശമ്പള വർധനവോ അല്ലെങ്കിൽ ശമ്പളമോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ഈ അലീനയ്ക്ക് ജോലി ലഭിക്കുന്നത് കോടഞ്ചേരിയിലാണ്. കോടഞ്ചേരിയിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി അലീന ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഈ കോടഞ്ചേരിയിലേക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത് മറ്റൊരു അധ്യാപികയുടെ ഒഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അലീന ജോലിയിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ഈ ഒരു അധ്യാപിക ഈ ലീവിൽ പോയ അധ്യാപിക തിരിച്ചെത്തിയതാണ് ഈ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു അധ്യാപികയ്ക്ക് ഈ ലീവിന് പോയ അധ്യാപികയ്ക്ക് തിരിച്ച് ജോലിയിലേക്ക് കയറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകുകയാണ് ചെയ്തത്. തുടർന്നാണ് ഈ ഒരു കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അലീനയ്ക്ക് കോടഞ്ചേരിയിൽ നിന്നും കട്ടിപ്പാറയിലേക്ക് മാറ്റം കിട്ടുന്നത്. ഈ കട്ടിപ്പാറയിലും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു 2 വർഷത്തോളം അലീന കട്ടിപ്പാറയിലും ജോലി അനുഷ്ഠിച്ചു വന്നിരുന്നു. പക്ഷേ ഈ ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കട്ടിപ്പാറയിലും അലീനയ്ക്ക് വേണ്ടുന്ന ശമ്പളം നൽകാത്തത് എന്നുള്ളതാണ് അധികൃതർ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഈ ടീച്ചേഴ്സ്, അതായത് കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് മലബാർ മേഖലാ കമ്മിറ്റി അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഈ ടീച്ചർക്ക് അലീനയ്ക്ക് വേണ്ടുന്ന രീതിയിൽ ഒരു ആനുകൂല്യവും സർക്കാർ നൽകിയില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ഈ ടീച്ചേഴ്സ് ഈ ഒരു കമ്മിറ്റി അടക്കം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ഈ ഒരു കേസുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ പിതാവ് പറയുന്ന ഒരു കാര്യം, തൻ്റെ മകൾക്ക് നീതി ലഭിക്കണം. തൻ്റെ മകൾ കഴിഞ്ഞ 6 വർഷത്തോളമായി ഈ ഒരു മനോവിഷമത്തിലായിരുന്നു. അതായത് കൃത്യമായ ശമ്പളം ലഭിക്കാത്തതിൽ തന്നെ വലിയൊരു മനോവിഷമം മകൾ നേരിട്ടിരുന്നു എന്നുള്ളതാണ് മകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൂടാതെ തന്നെ ഈ അലീനയുടെ സുഹൃത്തും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. അതായത് ഈ കട്ടിപ്പാറയിലേക്ക് ജോലിയിലേക്ക് പ്രവേശിച്ചിരുന്ന ആ ഒരു സമയത്ത് തന്നെ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനി അധിക കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല, എനിക്ക് കഴിയുന്നില്ല, കാരണം ഒരു സാമ്പത്തികമായി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെയും സുഹൃത്തിനോട് പറഞ്ഞിരുന്നതായി സുഹൃത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഈ കഴിഞ്ഞ 6 വർഷത്തോളമായി അല്ലെങ്കിൽ ഈ കട്ടിപ്പാറയിലെ സ്കൂളിലേക്ക് വരെ അലീന പോകുമ്പോൾ പോലും മറ്റ് അധ്യാപകരാണ് അലീനയുടെ മറ്റ് ചെലവുകളെല്ലാം വഹിച്ചിരുന്നത് എന്നുള്ളതും വലിയൊരു വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. അലീനയ്ക്ക് സാമ്പത്തികമായൊരു സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം അലീനയുടെ മറ്റെല്ലാ കാര്യങ്ങളും, അതായത് ഈ കട്ടിപ്പാറ സ്കൂളിലേക്ക് ഏകദേശം അലീനയുടെ വീട്ടിൽ നിന്നും 23 കിലോമീറ്ററാണ് ഈ സ്കൂളിലേക്ക് പോകാനുള്ളത്. ആ ഒരു ചെലവ് പോലും ഈ അധ്യാപകരാണ് ഈ പിരിവ് നടത്തിയിട്ട് ഏകദേശം 3000 രൂപത്തോളം ഈ അധ്യാപികയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലൊരു കടുത്ത മാനസിക പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ സുഹൃത്തും അതുപോലെ തന്നെ മറ്റ് അധ്യാപകരെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു വലിയൊരു വീഴ്ചയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ കുടുംബവും ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹരിത, ശരി, അഭിനയാണ് വിവരങ്ങൾ നൽകിയത്.